കൊച്ചി കേന്ദ്രീകരിച്ച് മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തി ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന വൻ സെക്സ് റാക്കറ്റിലെ രണ്ട് മുഖ്യ സൂത്രധാരികളായ യുവതികൾ മരട് പോലീസിന്റെ പിടിയിലായി. സിന്ധു, അലീന എന്നിവരാണ് അറസ്റ്റിലായ പ്രതികൾ. കേസിൽ ഉൾപ്പെട്ട സിന്ധുവിനെ മുംബൈയിൽ നിന്നും അലീനയെ കൊച്ചിയിൽ നിന്നുമാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. 25-കാരിയായ മോഡലിന്റെ പരാതിയിൽ മരട് പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിലാണ് ഈ വൻ മനുഷ്യക്കടത്ത് സംഘത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത്. മോഡലിംഗ് രംഗത്ത് മികച്ച അവസരങ്ങളും വൻ തുകയും വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരിയായ 25-കാരിയെ പ്രതികൾ വിശ്വസിപ്പിച്ചത്. തുടർന്ന് മോഡലിംഗ് എന്ന വ്യാജേനെ പെൺകുട്ടിയെ ദുബായിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ പെൺകുട്ടിക്ക് നിർബന്ധപൂർവ്വം മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി. ഈ ഘട്ടത്തിൽ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രതികൾ രഹസ്യമായി പകർത്തി. പിന്നീട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്നും കുടുംബങ്ങളെ കാണിക്കുമെന്നും പറഞ്ഞ് ക്രൂരമായി ഭീഷണിപ്പെടുത്തിയാണ് പെൺകുട്ടിയെ ദുബായിൽ പലർക്കായി കാഴ്ചവെച്ചതും പീഡനത്തിന് ഒത്താശ ചെയ്തതും. ദുബായിൽ വെച്ച് അതിക്രൂരമായ ശാരീരിക ലൈംഗിക പീഡനങ്ങൾക്കാണ് പെൺകുട്ടി ഇരയായതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കെണിയിൽ അകപ്പെട്ട പെൺകുട്ടി നാട്ടിൽ തിരിച്ചെത്തി ധീരമായി പരാതി നൽകിയതോടെയാണ് റാക്കറ്റിന്റെ പ്രവർത്തനം പുറത്തായത്. നിലവിൽ സമാനമായ രീതിയിൽ ചതിക്കപ്പെട്ട 3 പെൺകുട്ടികളുടെ പരാതികളാണ് പോലീസിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. നിരവധി മോഡലുകളെയും യുവതികളെയും ഇത്തരത്തിൽ മോഡലിംഗിന്റെ മറവിൽ ഈ സംഘം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. പല പെൺകുട്ടികളും മാനഹാനി ഭയന്നും പ്രതികളുടെ ഭീഷണിക്ക് വഴങ്ങിയും ഇപ്പോഴും ഇവരുടെ സംഘത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അറസ്റ്റിലായ പ്രതികളിൽ അലീന എന്ന യുവതി കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള സ്ഥിരം കുറ്റവാളിയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ കൊച്ചി വൈറ്റിലയിലെ ഒരു ബാറിലുണ്ടായ വലിയ ഗുണ്ടാ സംഘർഷത്തിലും അടിപിടി കേസിലും അലീന പ്രതിയായിരുന്നു. കേസിൽ പിടിയിലായ 2 യുവതികൾക്ക് പുറമെ കൊച്ചിയിലും വിദേശത്തുമായി വലിയൊരു ക്രിമിനൽ ശൃംഖല തന്നെ ഈ മനുഷ്യക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും മരട് പോലീസ് അറിയിച്ചു. കൊച്ചിയിലെ മോഡലിംഗ് ഏജൻസികളുടെ മറവിൽ നടക്കുന്ന ഇത്തരം ലഹരി പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ച് വിപുലമായ അന്വേഷണത്തിനാണ് പോലീസ് തുടക്കമിട്ടിരിക്കുന്നത്. അതിന് ഒടുവിലാണ് ഇവരുടെ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായകമായ പല വിവരങ്ങളും പുറത്തേക്ക് വരും എന്നാണ് പോലീസ് പറയുന്നത്.